ഓക്കെയാണോ മുടി? ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് കാണിക്കുന്നത് എന്തിനാ? ഒരു ടെക്നിക്ക് ഉണ്ട് അതിനൊക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എയർ ഫ്രൈ ചെയ്ത ഉള്ളിവടയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡയറ്റിലായിരുന്നു. അപ്പം എനിക്കും അർജത്തിനും ഭയങ്കര ക്രേവിങ്സ്. അത് മാറ്റി ഞാൻ പറയട്ടെ, ഭയങ്കര ക്രേവിങ്സ്. ചായയുടെ എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉള്ളിവട കഴിക്കാമെന്ന്. പക്ഷേ സാധാ ഉള്ളിവട ഭയങ്കര ഓയിലിയാണ്. നമ്മുടെ ഡയറ്റിലത് കഴിക്കുമ്പോൾ ഒരു ചീറ്റ് ഡേ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് നമുക്കൊന്ന് ചീറ്റ് ചെയ്യാം. എയർ ഫ്രയറിൽ ആദ്യമായിട്ടാണ് ഉള്ളിവട ഉണ്ടാക്കാൻ പോകുന്നത്. യൂട്യൂബിൽ 1-2 റെസിപ്പീസൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പായി ഞാൻ എയർ ഫ്രയർ ക്ലീൻ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഉള്ളി എക്സ്പേർട്ട് അർജിത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് കാണിക്കുന്നത് എന്തിനാ? ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന അർജിത്ത്. ഉള്ളി അരിഞ്ഞു, മുളക് ഇട്ടു, ഇതിനകത്ത് പിന്നെ എന്താ കറിവേപ്പില ഇട്ടു. ഇതൊക്കെ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി മുളക് പൊടി ഇടണം. ഇനി ബാക്കിയുള്ള പൊടികൾ ഇടുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. മുളക് പൊടി, കാശ്മീരി ചില്ലി. അതല്ലേ മുളക് പൊടി? അല്ല. ഓക്കെ. മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലിയും മഞ്ഞപ്പൊടി ഇട്ടു. ഉപ്പ് ഓൾറെഡി അരച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അത് ഒരു ടെക്നിക്ക് ഉണ്ട് അതിനൊക്കെ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് ചെയ്യാം. കടലപ്പൊടി ഇടണം. കടലപ്പൊടി ഇത്രയാണോ വേണ്ടേ? ഓക്കെ, കുറച്ച് അത്ര വേണ്ട. ബേക്കിംഗ് പേപ്പർ വെച്ചു. ഇനി എന്താ വേണ്ട? അരിപ്പൊടി വേണോ? അരിപ്പൊടി ഉണ്ടെങ്കിൽ പുട്ടുപൊടി ഇല്ല, അരിപ്പൊടി വേണ്ടത്. നിങ്ങളല്ലേ പറഞ്ഞ പുട്ടുപൊടിയാണ് അരിപ്പൊടി? ഇപ്പൊ അല്ല, ഇത് ഗോതമ്പൊടിയല്ലേ പുട്ടുണ്ടാക്കണേ? അല്ല, ദോശ ഉണ്ടാക്കണം. അല്ല, അത് ചപ്പാത്തിക്കാ. ഇത് അരിപ്പൊടിയാ. കുറച്ചിട്ടോ. കുറച്ചും കൂടെ പൊടിയിടാം. മതിയാവുമായിരിക്കും. നമുക്കിത് ഇവിടെ തന്നെ വെക്കാം. ആവശ്യമൊന്നും. നമ്മൾ കുഴയ്ക്കുന്ന സ്റ്റേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നന്നായി കുഴച്ചോണ്ടിരിക്കുകയാണ്. അർജിത്തിനെ കാണുന്നില്ല, ഇങ്ങോട്ട് ഇല്ല. ആയോ? വെക്കാറായോ? ഉപ്പ് അത് മതി. ഓക്കെ, എന്നാ നമുക്ക് വെക്കാം. അത് സാരമില്ല, നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ, കുഴപ്പമില്ല. ഇതിന്റെ ടെമ്പറേച്ചർ അറിയോ എത്രയാണ്? ഓക്കെ, സോ നമ്മളിത് ഓരോന്നോരോന്നായിട്ടാണ് എയർ ഫ്രൈയിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ 4 എണ്ണം ട്രയലായിട്ട് വെച്ച് നോക്കുകയാണ്, എങ്ങനെയുണ്ടാവും നോക്കാൻ. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കാം. ടെമ്പറേച്ചർ 180 ഫോർ 15 മിനിറ്റ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ 10 മിനിറ്റ് ആയി. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. വാവ്, 2 മിനിറ്റ്. ഓക്കെ, നമ്മൾ ട്രയലായിട്ട് ഉണ്ടാക്കി നോക്കിയ ഉള്ളിവട ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ ഫ്രൈയിൽ ചെയ്ത ഉള്ളിവട ഇവിടെ റെഡിയായി. ചെറിയൊരു ചൂടുണ്ട്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓണസ്റ്റ് ഒപ്പീനിയൻ പറയണം കേട്ടോ. കൊള്ളാം.
ഉപ്പ് ഇച്ചിരി കൂടിയ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല? കുഴപ്പമില്ല, പക്ഷെ എണ്ണയെ പൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല, പക്ഷേ സ്റ്റിൽ കൊള്ളാം. എന്നാൽ ഞാൻ കടിച്ച പോർഷനിൽ ഇത്തിരി ഉപ്പ് കൂടുതലായിരിക്കും. എനിക്ക് ഉപ്പ് ഇച്ചിരി ഒന്ന് ഓവർ പവർ ചെയ്ത് നിൽക്കുന്നപോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഏകദേശം സെയിം തന്നെയായി. പക്ഷേ ആ ഒരു കളറും ഇതൊന്നും വന്നിട്ടില്ല എയർ ഫ്രയറിൽ ചെയ്തുകൊണ്ട്. ഗുഡ്. അപ്പം ഇനി ഹെൽത്തി ആയിട്ട് ഉള്ളിവട കഴിക്കണം താല്പര്യമുള്ളവർ ഇതേപോലെ എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കാം അല്ലേ? ഒരു ചിയേഴ്സ് അടിച്ചേ. ചിയേഴ്സ്.